അടിക്ക് നോക്കുമ്പോഴാ പേടി. അപ്പൊ വീണ്ടും നമ്മൾ പാർക്കിലേക്ക് വന്നല്ലേ? എൻജോയ് ചെയ്യണ്ടേ? നിങ്ങള് റൈഡ് കയറില്ല? നിങ്ങൾക്ക് ഏതമ്മ? വെള്ളയോ? അല്ല ഇത് കഴിച്ചു നോക്കി, ചക്ക നല്ല ടേസ്റ്റാണ്. വേറെ ആണോ? കഴിച്ചോളി. രസമുണ്ടമ്മ ഈ ഫ്ലേവറുകൾ? ചക്കൻ്റെ ആ ഒരു ടേസ്റ്റ് വരുന്നുണ്ട്. അതാ ചെറിയ. അപ്പോൾ വീണ്ടും നമ്മൾ ഉമ്മാനായിട്ട് ഒരു ഔട്ടിങ്ങിന് വന്നതാണ്. നമ്മൾ കൊണ്ടോട്ടിക്കടുത്തുള്ള കുമ്മിണിപ്പറമ്പാണ് ഈ ഒരു സംഭവം വരുന്നത്. നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇനാഗ്രേഷൻ ടൈമിൽ. അപ്പോൾ അന്ന് ഒരു ദിവസം ഉമ്മാനായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. നൈറ്റിലായതുകൊണ്ട് ഇത്ര തന്നെ ഒരു വൈബ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഹസ്ബൻഡിൻ്റെ സ്കൂളിലെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. കാരണം നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇവർ നിങ്ങൾ എന്തിലാ കയറുന്നമ്മ? കേറില്ല, കേറാൻ ഇതാവൂലല്ലോ. അപ്പം ഞങ്ങൾ ഫാമിലി വ്ളോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫാമിലി വ്ളോഗിൽ ഉമ്മ ഉണ്ടാവും, ഇക്ക എല്ലാവരും ഉണ്ടാവും കേട്ടോ ഇനി ഇവിടുന്ന് അങ്ങോട്ട്. അപ്പോൾ ഉമ്മാൻ്റെ വിശേഷം, ഉമ്മാൻ്റെ ഓരോ കാര്യങ്ങളും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ എല്ലാവരും പറയാറുണ്ട്. അതൊക്കെ നല്ല കാറ്റുണ്ടല്ലേ അമ്മ? അസോ എന്തിലാ എനിക്ക് കയറണ്ടേ? എന്താ എന്തൊരു ഡാൻസാ? ഉമ്മ ദാസിനെതാക്കിയിട്ട് അതിൽ വീണു പോകുന്നുള്ള പേടിയിൽ നിൽക്കണം കേട്ടോ, പാവം. അതാ അവിടെ മുന്നിലൊക്കെ അവർ പേടിച്ചിരിക്കുന്നുണ്ട്. ഏതൊരു സ്ത്രീകൾക്കും പുറത്തു പോകാനോ അത് എൻജോയ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നല്ലേ. അപ്പോൾ ചില ഉമ്മമാരെയൊക്കെ പുറത്ത് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ നിങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. കാരണം ഇവരെയൊക്കെ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ വൈബ് തന്നെയാണ്. കാരണം ഞാൻ ഉമ്മാനെ കൊണ്ടുപോകുമ്പോൾ ഉമ്മാൻ്റെ മുഖത്തുണ്ടാകുന്നു ആ ഒരു സന്തോഷമല്ലേ. കാരണം എപ്പോഴും അടുക്കളയിലും മറ്റും മാത്രം കഴിയേണ്ടവരല്ല സ്ത്രീകൾ. അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും എൻജോയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ നിങ്ങൾ മാക്സിമം പറ്റുന്നവർ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക, എൻജോയ് ചെയ്യാൻ. അപ്പം നമ്മളിപ്പോൾ കുമ്മിണിപ്പറമ്പുള്ള മെറി വേൾഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് സ്കൂളിലത്തെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ ശേഷം വന്നതല്ലമ്മ. ഒരു എൻജോയ്മെൻറ്റിന് വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ അപ്പം ഇങ്ങനെ പോകുന്നതാട്ടോ. ഉമ്മാനെ ചില റൈഡിലൊക്കെ കയറ്റിക്കണം, ഉമ്മാൻ്റെ ധൈര്യം നമുക്ക് തെളിയിക്കണം. കയറില്ലമ്മ? നോക്കാറുണ്ട്, വെയിറ്റ് ചെയ്ത് കേട്ടോ. നമ്മൾ വന്ന ടൈമിൽ നല്ല ചെറുതായിട്ട് വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഹസൂനിപ്പോൾ ഇതിൽ കയറ്റിയിട്ടുള്ളൂ. അപ്പം ഞങ്ങളിങ്ങനെ എവിടെ ഇരിക്കുക അല്ലേ അമ്മ? അതൂടെ ഈ പോവാ എങ്ങട്ടാ പോണേ? പിടിച്ചോ പിടിച്ചോ കുടിച്ചോ പിടിച്ചോ. അത് ആ ഒരു സ്പീഡേ ഉണ്ടാവുള്ളൂ. പിടിച്ചോട്ടോ. കുടിച്ചോ നിങ്ങൾ കയറണമ്മ? അല്ല, നിങ്ങളെ പേടി എന്നിട്ട് നിങ്ങൾ ഒന്നിൽ വേണമെങ്കിൽ നിങ്ങൾ കയറിയോളൂ. ഒരു ഗ്യാപ്പ് ഉണ്ട്. ഇതിൽ ഉമ്മാനെ കയറ്റിയാലോ ഒന്നിൽ കയറിയോളിമ്മ. അവൻ്റെ കൂടെ തൊട്ടടുത്ത് ഫ്ലൈറ്റിൽ നിന്നിട്ട് നിങ്ങൾ ദുബായിലൊക്കെ പോയി ഒന്ന് റെണ്ടടിച്ച് ഒന്ന് കയറി നമ്മൾ
അപ്പം നമ്മൾ അവിടെ വന്നപ്പോൾ ഏകദേശം റൈഡിലൊക്കെ ഹസൂനെ കയറ്റാൻ പറ്റുന്നതിലൊക്കെ ഞാൻ കയറ്റിയിട്ടുണ്ട് കേട്ടോ. 20 രൂപ, 30 രൂപ, 40 രൂപ അത്രയൊക്കെ ഉള്ളൂ ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത്. അപ്പോൾ ഉമ്മാനെതാ ഞാനൊരു റൈഡിൽ കയറ്റുന്നുണ്ട്. കാരണം ഉമ്മാക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ പേടിയില്ലാന്നൊക്കെ ആൾ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ഉമ്മാൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് റൈഡിൽ കയറ്റിയതാണ്. കുറച്ചിങ്ങനെ പോയി സ്പീഡ് ഇങ്ങനെ കൂടി കുറച്ച് നേരമൊക്കെ കളിച്ചു. പിന്നെ ഉമ്മ ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞതാണ്. കാരണം ഉമ്മാക്കത് കഴിയുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഉമ്മാക്കൊരു തൊപ്പപ്പൊയ്യിനെ കണ്ടാലൂടെ പേടിയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധ സ്ഥലത്തേക്കൊക്കെ ഉമ്മാനെ ഞാൻ കൊണ്ടുപോകാറുണ്ട് കേട്ടോ. ഒരുപാട് ഏരിയകൾ ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ വന്നതിന് ശേഷമാണ് ഉമ്മ ഏറ്റവും കൂടുതൽ പുറത്തോട്ട് പോകാൻ തുടങ്ങിയിട്ടുള്ളത്. കാരണം ഉമ്മക്ക് വേറെ ആരും ഇല്ലല്ലോ കൊണ്ടുപോകാൻ. ഉപ്പയും അവരൊക്കെ ആദ്യം നല്ല ട്രിപ്പ് പോയിന് ആളുകളായിരുന്നു ഉപ്പാൻ്റെ കൂടെ. ഉപ്പ സ്കൂളിൽ HM ഒക്കെ ആയിരുന്നു, റിട്ടയർഡ് ആയതാണ്. അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ അവർ നല്ല ട്രിപ്പൊക്കെ പോയിന് ആളായിരുന്നു. പിന്നെ ഞാൻ വന്നതിൻ്റെ ശേഷമാണ് ഏറ്റവും കൂടുതൽ പുറത്ത് പോകുന്നത്. നമ്മൾ ഷോപ്പിങ്ങിനൊക്കെ നമ്മളാണ് കേട്ടോ പോവാറ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളവിടെ ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഡോണറ്റൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ കുടിച്ച് കുറച്ച് ഉപ്പിലിട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. പൈനാപ്പിൾ വേണ്ടോ? മുളക് പറ്റൂലേ? മുളക് പേടിണ്ട ചാട് അടിക്കുന്നില്ല. പേടി ഒറ്റ നമുക്ക് ഗ്ലാസ് പെറുക്കാൻ വേണ്ട നിങ്ങളല്ല. പേടിണ്ടാ? ഇവിടെ പേടിയൊക്കെ ഉണ്ട്. കുട്ടി BP അങ്ങനെ കൂടൊന്നുമില്ല. ഈ കുട്ടിയാണെന്ന് അറിയോ? ഈ കുട്ടീനെ പേടി അതിനെ പിടിച്ചു. പിന്നെ അതുമ്മ പിടിച്ചേ ഒക്കെ പോട്ടെ. സൈഡിൽ കൂടെ പോവാം. കൊറേ ആള് പോയി. പിടിച്ചകളെ അതാ പോരൂ. എന്തെങ്കിലും ഇങ്ങനെ പേടിച്ച് പൊട്ടി ചാടി അടിക്കുന്ന പേടി. അടിക്ക് നോക്കുമ്പോളാ പേടി. അടിക്ക് നോക്കണ്ടെന്നാ പേടിയില്ല. അല്ല അയാത് പേടിയൊന്നുമില്ല. മോനെ പേടിയുള്ളൂ. പൊട്ടണേ ആ പൊട്ടിക്കൊട്ടെ താഴെ നോക്കാൻ ഞാൻ മതി. അല്ല അളകുണ്ടില്ലേ? അവിടെ അറ്റോ അല്ലേ? പിന്നെ ഞാനിത് ഒരു റൈഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര പേടിയാണ് കേട്ടോ. കാരണം ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ കൊണ്ടുപോയിട്ട് താഴോട്ട് പെട്ടെന്ന് ഇടും, പിന്നെയും മേലോട്ട് കൊണ്ട്, അങ്ങനത്തെ ഒരു റൈഡാണ്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിൽ പോയാൽ നമുക്ക് ആ ഒരു സിറ്റി ഫുള്ള് കാണാം കേട്ടോ. ആ ഒരു പാർക്കിൻ്റെ ഫുള്ളായിട്ട് നമുക്ക് ഏറ്റവും ടോപ്പിൽ പോയിട്ട് കാണാം. ഭയങ്കര പേടിയുള്ളൊരു സംഭവം കേട്ടോ. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മുകളിലെത്തി താഴേക്ക് ഇടുമ്പോൾ കണ്ണടച്ചിട്ടാണ് ഞാൻ അവിടെ നിന്നിട്ടുണ്ടായത്. കാരണം ഏറ്റവും ടോപ്പിൽ പോയിട്ട് കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ കണ്ണ് തുറക്കുമ്പോൾ ആ ഒരു ഏരിയ ഫുള്ള് ഇങ്ങനെ കാണില്ല. താഴോട്ട് നോക്കുമ്പോൾ തല കറങ്ങുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു.
ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ നോക്കിയാൽ മതി. അതുപോലെ തന്നെ യൂട്യൂബിൽ നമ്മൾ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ അടിപൊളി ഫാമിലി വ്ളോഗ് നെക്സ്റ്റ് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പം നമ്മളെ ഫാമിലി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നൊരു തൽക്കാലം നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണേ. ബൈ.